എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാ കർഷകരും നേരിടുന്ന ഒരു പ്രധാന പ്രശ്നമാണ് മുളക് ചെടിയിലെ ഇല കുരുടിപ്പ്. വീട്ടുവളപ്പിൽ നമ്മൾ ഒന്നോ രണ്ടോ മുളക് ചെടികൾ നട്ടുവളർത്തി അത് പൂക്കുന്ന സമയമാകുമ്പോഴേക്കും മിക്കവാറും ഇലകളെല്ലാം കുരുടിച്ച് ആ ചെടി നശിച്ചു പോകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഇതൊരു വളരെ സീരിയസ് ആയിട്ടുള്ള പ്രശ്നമാണ്. തുടക്കത്തിലേ നിയന്ത്രിച്ചില്ലെങ്കിൽ ചെടി പൂർണ്ണമായിട്ടും കുരുടിച്ച് അതിൻ്റെ ഈൽഡ് വളരെ കുറഞ്ഞു പോവുകയും ചെയ്യും. ഇത് പ്രധാനമായിട്ടും ഉണ്ടാക്കുന്നത് വളരെ ചെറിയ കീടങ്ങൾ നീരൂറ്റി കുടിക്കുന്നത് കൊണ്ടാണ്. മുളകിലെ മാത്രമല്ല മറ്റ് പച്ചക്കറികളിലെയും ഇലകുരുടിപ്പ്, അതായത് ഈ ചെറു കീടങ്ങളുടെ ആക്രമണം മൂലം ഉണ്ടാകുന്ന ഇലകുരുടിപ്പ് മാറ്റിയെടുക്കുന്നതിനുള്ള ഒരു ജൈവ കീടനാശിനിയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിനായിട്ട് നമുക്ക് വേണ്ടത് പപ്പായയുടെ ഇലയാണ്. നമ്മളിന്ന് 2 ലിറ്റർ ലായനിയാണ് ഉണ്ടാക്കുന്നത്. അതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് പറയാം. അതിനായിട്ട് ഞാനൊരു 3 പപ്പായ ഇല എടുത്തിട്ടുണ്ട്. തണ്ടോട് കൂടിയാണ് എടുക്കേണ്ടത്. എന്നിട്ട് അത് ഒരു ബക്കറ്റിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞിടുക. തണ്ടുൾപ്പെടെ നന്നായിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞിടുക. അതിലേക്ക് നമ്മളൊരു 2 ലിറ്റർ വെള്ളം ആഡ് ചെയ്യുക. 3 പപ്പായയുടെ ഇല തണ്ടുൾപ്പെടെ അരിഞ്ഞിട്ട് അതിലേക്ക് 2 ലിറ്റർ വെള്ളം ആഡ് ചെയ്യുക. അതിനുശേഷം നമുക്കിത് മൂടി വയ്ക്കാം. 3 ദിവസത്തേക്കാണ് നമ്മൾ ഇത് അടച്ചു വയ്ക്കേണ്ടത്. ഓരോ ദിവസവും ഒരു വടി ഉപയോഗിച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. രാവിലെയോ വൈകുന്നേരമോ ഏതെങ്കിലും ഒരു നേരം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. 4ാമത്തെ ദിവസം നമുക്കിത് സ്പ്രേ ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. ഈ ലായനിയിൽ നിന്നും 1/2 ലിറ്റർ ലായനി ഞാൻ സ്പ്രേ ചെയ്യാനായിട്ട് എടുക്കുകയാണ്. 1 കപ്പ് ലായനി എടുത്തു. അതിന് 2 കപ്പ് വെള്ളം ഉപയോഗിച്ച് നേർപ്പിച്ചെടുക്കാം. അതിനുശേഷം അതൊരു അരിപ്പയോ തുണിയോ ഉപയോഗിച്ച് അരിച്ചെടുക്കാം. ഇനിയിപ്പോൾ ഏകദേശം 1 ലിറ്റർ ലായനി നമുക്കതിൽ നിന്ന് എടുത്തിട്ട് നമുക്ക് സ്പ്രേയറിലേക്ക് ഒഴിക്കാം. 1 ലിറ്ററിൻ്റെ ഒരു പ്ലാസ്റ്റിക് ബോട്ടിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിൽ നമുക്ക് ഈ ലായനി എടുത്ത് ഒരു അറ്റോമൈസർ ഉപയോഗിച്ച് സ്പ്രേ ചെയ്ത് നോക്കാം. സ്പ്രേ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇലയുടെ മുകൾഭാഗത്തും അടിഭാഗത്തും നന്നായിട്ട് നനയത്തക്ക രീതിയിലാണ് സ്പ്രേ ചെയ്യേണ്ടത്. ഇങ്ങനെ ആഴ്ചയിൽ 1 വെച്ച് നമ്മൾ സ്പ്രേ ചെയ്യണം. ഒരു 3 ആഴ്ച ചേർത്തുകൊണ്ട് നമ്മൾ സ്പ്രേ ചെയ്യണം. ഒരാഴ്ച സ്പ്രേ ചെയ്യുമ്പോൾ തന്നെ നമുക്കതിൻ്റെ വ്യത്യാസം കാണാൻ സാധിക്കും. ഞാനിത് സ്പ്രേ ചെയ്ത് 10 ദിവസം കഴിഞ്ഞപ്പോഴുള്ള വീഡിയോ ആണ്. നിങ്ങൾക്ക് കാണാം, ആ ഇലയുടെ കുരുടിപ്പെല്ലാം മാറി പൂക്കളൊക്കെ വരുന്നുണ്ട്. ചെടിക്ക് കുറച്ചുകൂടി നല്ല ആരോഗ്യവും വന്നിട്ടുണ്ട്. മറ്റൊരു കാര്യം പറയാനുള്ളത്, ഈ കീടനാശിനി കൂടുതൽ കാലം സൂക്ഷിച്ച് വയ്ക്കാൻ പാടില്ല. ഏകദേശം ഒരു 4-5 ദിവസം ആകുമ്പോൾ തന്നെ അതിനകത്ത് ഒരു ദുർഗന്ധം ഉണ്ടാവും. അതുകൊണ്ട് ആവശ്യാനുസരണം മാത്രം ഉണ്ടാക്കി ഉപയോഗിച്ച് തീർക്കുകയാണ് വേണ്ടത്. ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.